നാളെ ദിവസം വന്നാൽ ഈ സുന്നത്തുകൾ നിങ്ങൾ പാലിക്കുക. ഒന്നാമത്തെ കാര്യം തക്ബീറാണ്. എപ്പോൾ മുതലാണ് ചെറിയ പെരുന്നാളിൽ തക്ബീർ ആരംഭിക്കേണ്ടത്? പെരുന്നാൾ അതിൻ്റെ മാസപ്പിറവി കണ്ടു എന്ന് അറിഞ്ഞാൽ, അതല്ലെങ്കിൽ റമദാൻ 30 പൂർത്തീകരിച്ച് മഗ്‌രിബിന് ശേഷം, 2 രൂപത്തിലാണ് പെരുന്നാൾ മനസ്സിലാവുക. അതല്ലെങ്കിൽ 29 നോമ്പ് കഴിഞ്ഞു, പിന്നീട് മാസപ്പിറവി കാണും. മാസപ്പിറവി കണ്ടു എന്ന് വിവരം കിട്ടിയാൽ അതുമുതൽ, അതല്ലെങ്കിൽ 30ാമത്തെ നോമ്പ് പൂർത്തീകരിച്ചാൽ അതുമുതൽ, മഗ്‌രിബ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള സമയം. ആ പറഞ്ഞ സമയം മുതൽ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നത് വരെ, അതല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം അവസാനിക്കുന്നത് വരെ, ഈ സമയം വരെയും തക്ബീർ ചൊല്ലുക എന്നത് അധികരിപ്പിക്കുക എന്ന സുന്നത്താണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാ. നിങ്ങൾ റമദാൻ അതിൻ്റെ എണ്ണം പൂർത്തീകരിക്കുകയും അള്ളാഹുവിന് നിങ്ങൾ തക്ബീർ ചൊല്ലുകയും വേണം. തക്ബീർ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ധാരാളം രൂപങ്ങൾ അതിന് വന്നിട്ടുണ്ട്. പ്രസിദ്ധമായ രൂപം നമുക്കറിയാവുന്ന രൂപമാണ്. എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് അതിൻ്റെ രൂപം. ഇതിങ്ങനെ ഈണത്തിൽ ചൊല്ലുക എന്നത് ഹദീസിൽ എവിടെയും വന്നിട്ടില്ല. അത് ഒരു ദിക്റാണ്. ദിക്റിൻ്റെ രൂപത്തിലാണ് അത് ചൊല്ലേണ്ടത്. അള്ളാഹു, പല ആളുകൾ ഇതിങ്ങനെ പാട്ടുപോലെ ചൊല്ലുന്നത് കൊണ്ട് ഈ ചൊല്ലുന്നത് എന്താണെന്ന് ചിന്തിക്കാറേയില്ല. ഇതൊരു ദിക്റാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് കൂട്ടമായി ചൊല്ലേണ്ടതല്ല, ഓരോരുത്തരും ചൊല്ലുക. കൂട്ടമായി ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളവരെ ഏറ്റു ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എവിടെയുമില്ല. ഓരോരുത്തരും ചൊല്ലുക, തക്ബീർ കൊണ്ട് ശബ്ദമുഖരിതമാകുക എന്നതാണ്. മുസല്ലയിലേക്ക് വരുമ്പോൾ തക്ബീർ ചൊല്ലുക, വീട്ടിലുണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് തക്ബീർ ചൊല്ലിക്കൊടുക്കുക. ഇങ്ങനെ തക്ബീർ അധികരിപ്പിക്കുക എന്നത് ഒന്നാമത്തെ സുന്നത്താണ്.